അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യന്മാരിൽ നാലാമത്തെ ആളാണല്ലോ അബൂലഹബ്. അബൂലഹബിന് 4 ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണുള്ളത്. ഉത്ബ, ഉതൈബ, മുഅത്തിബ്, അബ്ദുൽ കഅബ എന്നീ 4 ആൺമക്കളും ദുറ എന്നൊരു പെൺകുട്ടിയുമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതിൽ ഉത്ബയും മുഅത്തിബും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ദുറ എന്ന പെൺകുട്ടിയും മുസ്ലിമായിട്ടുണ്ട്. ഉതൈബ എന്ന അക്രമകാരിയായ മകനെ അള്ളാഹു ശിക്ഷ നൽകിയതായും ചരിത്രം പറയുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൂറത്തു ശുഅറയിലെ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ അവിടുന്ന് സഫാ കുന്നിന്റെ മുകളിൽ കയറി ഓരോരുത്തരെയും പേര് വിളിച്ചു ഗൗരവതരമായ ചില വിഷയങ്ങൾ പറയാൻ തുടങ്ങി. ഏകയിലാഹായ അള്ളാഹുവിനെ പറ്റിയും രക്ഷാശിക്ഷകളെ പറ്റിയുമൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അപ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയാകുന്ന അബൂലഹബ് എന്നയാൾ തബ്ബല്ലക എന്ന ശാപവാക്ക് ചൊരിഞ്ഞുകൊണ്ട് തിരുനബിക്കെതിരിൽ ആക്ഷേപം ഉന്നയിക്കുകയാണ്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷമിപ്പിച്ചു. അപ്പോഴാണ് സൂറത്തുൽ മസദ് ഇറങ്ങുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ച അബൂലഹബിന് നാശം പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങി. ആയത്തിറങ്ങിയതറിഞ്ഞപ്പോൾ അബൂലഹബിന്റെ ഭാര്യയായ ഉമ്മു ജബീല എന്ന സ്ത്രീ അവർ കലിതുള്ളിക്കൊണ്ട് നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അന്നേരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിൽപ്പുണ്ട്. കോപാകുലയായ അവളുടെ വരവ് കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ അങ്ങൊന്ന് മാറി നിൽക്കണം, അവൾ മോശക്കാരിയാണ്, വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നവളാണ്, അങ്ങൊന്ന് മാറി നിൽക്കണേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂബക്കർ, എന്നെ അവൾ കാണുന്നതല്ല, അവൾക്കും എനിക്കുമിടയിൽ മറയുണ്ട്. അങ്ങനെ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ വന്നു. അവൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. എന്നിട്ട് പറയുന്നു, അബൂബക്കർ, നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് കവിത ചൊല്ലിയിട്ടുണ്ട്. ഇല്ല ഉമ്മു ജമീൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കവിത പാടുകയില്ലല്ലോ എന്ന് സിദ്ദീഖ് തങ്ങൾ പ്രതികരിച്ചു. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഉമ്മു ജമീൽ എന്ന അബൂലഹബിന്റെ ഭാര്യ തിരിച്ചുപോയി. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, അങ്ങ് അവളെ കണ്ടിട്ടില്ലേ? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല സിദ്ദീഖ്, അവൾ പോകും വരെ ഒരു മലക്ക് ഇവിടെ ഉണ്ടായിരുന്നു, അവൾക്കും എനിക്കുമിടയിൽ മറയിട്ടിരുന്നു, അതുകൊണ്ട് ദർശനം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മറുഭാഗത്ത് അബൂലഹബും അരിശം മൂത്തു നിൽക്കുകയാണ്. എന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങിയല്ലേ എന്ന കാര്യം പറഞ്ഞുകൊണ്ട് അബൂലഹബ് ചില നടപടികൾക്കൊരുങ്ങുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളായ റുഖിയ ബീവിയെയും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയും അബൂലഹബിന്റെ മക്കളായ ഉതൈബയ്ക്കും ഉത്ബയ്ക്കും വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു. അവരോട് മാതാപിതാക്കളായ അബൂലഹബും ഉമ്മു ജമീലും പറയുകയാണ്, മക്കളെ, നിങ്ങൾ മുഹമ്മദിന്റെ 2 പെൺമക്കളെ ത്വലാഖ് ചൊല്ലണം. നിർബന്ധമായും അവരെ വിവാഹമോചനം നടത്തണമെന്ന് ഭീഷണിയുടെ സ്വരത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ഉമ്മു ജമീൽ എന്ന അബൂലഹബിന്റെ ഭാര്യ അബൂ സുഫിയാന്റെ പെങ്ങളാണ്, സഹോദരിയാണ്. അബൂ സുഫിയാൻ ബദറിൽ ശത്രുപക്ഷത്തായിരുന്നെങ്കിലും പിന്നീട് മുസ്ലിമായ വ്യക്തിയാണ് അബൂ സുഫിയാൻ.
അബൂ സുഫിയാന്റെ പെങ്ങളായ ഉമ്മു ജബീൽ പറയുകയാണ്, മുഹമ്മദിന്റെ 2 പെൺമക്കളെ നിങ്ങൾ ത്വലാഖ് ചൊല്ലണമെന്ന്. അങ്ങനെ 2 പേരും ത്വലാഖ് ചൊല്ലുകയാണ്, റുഖിയ ബീവിയെയും ഉമ്മു കുൽസൂം ബീവിയെയും. ഇതറിഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ട് വരികയാണ്, നബിയേ, അങ്ങയുടെ മക്കളെ അവർ ത്വലാഖ് ചൊല്ലിയല്ലേ, ഏതായാലും അങ്ങൊരു കാര്യം ചെയ്യാമോ, റുഖിയ ബീവിയെ എനിക്ക് വിവാഹം ചെയ്തു തരാമോ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബിയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുഖിയ ബീവിയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചു കൊടുത്തു. എന്നാൽ ഹിജ്റ 2-ാം വർഷം ബദ്ർ യുദ്ധ സമയത്ത് മഹദിയായ റുഖിയ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. വിയോഗത്തിന്റെ വേദനയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ടിരുന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് ഉസ്മാനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് സംഭവിച്ചതുപോലെ മറ്റാർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ? ഞാനും അങ്ങയും തമ്മിലുള്ള ആ ഒരു ബന്ധം മഹദിയുടെ വഫാത്തോടുകൂടി മുറിഞ്ഞു പോയില്ലേ നബിയെ? ആ ബന്ധം മുറിഞ്ഞു പോയതിലാണ് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഉടനെ ആയത്തിറങ്ങുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, റുഖിയയ്ക്ക് കൊടുത്ത അതേ മഹർ ഉമ്മു കുൽസൂമിനും കൊടുത്തുകൊണ്ട് ഉമ്മു കുൽസൂമിനെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ വഹി വന്നിട്ടുണ്ട് ഉസ്മാൻ. അങ്ങനെ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുമായുള്ള വിവാഹം നടത്തിക്കൊടുത്തു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുകയും കടന്നാക്രമിക്കുകയും ചെയ്ത ഉതൈബ എന്ന അബൂലഹബിന്റെ മകന്റെ നാശത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്.